വൈറ്റ് ഹൌസ് ക്യാബിനറ്റ് യോഗത്തിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന്റെ നെയിം കാർഡിൽ ഗുരുതര അക്ഷരത്തെറ്റ്. പീറ്റ് ഹെഗ്സെറ്റ് എന്നതിന് താഴെ സെക്രട്ടറി ഓഫ് വാർ എന്ന് അച്ചടിച്ചതിലാണ് തെറ്റുവന്നത്. സെക്രട്ടറി എന്ന വാക്കിലെ S എന്ന ആദ്യാക്ഷരം 2 തവണയാണ് കാർഡിൽ അച്ചടിച്ചത്. ഹിറ്റ്ലറുടെ സ്വന്തം അംഗരക്ഷക സൈനിക വിഭാഗമായ SS-നെ ഓർമ്മപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ തൊട്ടുപിന്നാലെ ഉയർന്നു. കരീബിയൻ സമുദ്രത്തിൽ വെനസ്വേലൻ ബോട്ടുകളിൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹെഗ്സെറ്റിനെതിരെ പരിഹാസം ഉയർന്നത്. ബോട്ടുകൾ തകർന്ന ശേഷവും തുടരാക്രമണം നടത്തിയത് ജനീവ കൺവെൻഷൻ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നാണ് വിമർശനം. യുദ്ധക്കുറ്റാരോപണങ്ങൾ നേരിടുന്നതിനിടെയാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റിന്റെ പദവിയുടെ റീബ്രാൻഡിംഗിൽ വൈറ്റ് ഹൌസിന് വലിയ പിഴവുണ്ടായത്. പ്രതിരോധ സെക്രട്ടറിയെ യുദ്ധ സെക്രട്ടറിയാക്കി അവതരിപ്പിച്ചപ്പോൾ സെക്രട്ടറി എന്ന വാക്കിലെ S എന്ന അക്ഷരം 2 തവണ അച്ചടിക്കപ്പെട്ടു. SS എന്നത് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം നാസിസത്തിന്റെ ഓർമ്മകൾ ഉണർത്തി. ഹിറ്റ്ലറുടെ അംഗരക്ഷകരുടെ പേരായ ഷുട്സ്റ്റാഫലിന്റെ ചുരുക്കപ്പേരാണ് SS എന്നത്. കരീബിയൻ കടലിലെ മയക്കുമരുന്ന് വേട്ടയുടെ പേരിൽ വെനസ്വേലൻ ബോട്ടിൽ നടത്തിയ ആക്രമണത്തിന്റെ പേരിലും ഹെഗ്സെറ്റ് US-ലും പുറത്തും ഒരുപോലെ വിമർശനം നേരിടുന്ന കാലത്താണ് സ്വന്തം പേരിനൊപ്പം അറിയാതെയെങ്കിലും SS വരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 2-ന് വെനസ്വേലൻ അധോലോക സംഘമായ കാറ്റൽ ഡി ലോസ് സോലസിൻ്റേതെന്ന് കരുതപ്പെടുന്ന ബോട്ടിൽ US സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സസ് നടത്തിയ ആക്രമണമാണ് ആരോപണത്തിന് ആധാരം. ആദ്യ ആക്രമണത്തിൽ ബോട്ടിലെ 11 പേരിൽ 9 പേർ കൊല്ലപ്പെട്ടു. തകർന്ന ബോട്ടിന്റെ അവശിഷ്ടങ്ങളിൽ കിടന്ന ബാക്കി 2 പേരെ കൊല്ലാൻ തുടരാക്രമണം നടത്തിയെന്നതാണ് ഗുരുതരമായ പ്രശ്നം. ഓപ്പറേഷൻ സതേൺ സ്പിയർ എന്ന പേരിൽ നടത്തിയ ആക്രമണം ഹെഗ്സെറ്റ് തത്സമയം കാണുകയും എല്ലാവരെയും കൊല്ലുവെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. ജനീവ കൺവെൻഷൻ ആർട്ടിക്കിൾ 41 പ്രകാരം മുറിവേറ്റവരെയോ അസുഖബാധിതരെയോ കപ്പൽ ഛേദം വന്ന പോരാളികളെയോ ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമാണ്. US സൈനിക നിയമം അനുസരിച്ചും അത് യുദ്ധക്കുറ്റമാണ്. അതേസമയം എല്ലാവരെയും കൊല്ലാൻ ഉത്തരവിട്ടു എന്നതടക്കമുള്ള ആരോപണങ്ങൾ വ്യാജ വാർത്തയെന്നാണ് ആദ്യം ഹെഗ്സെറ്റ് പറഞ്ഞത്. തുടരാക്രമണം നടത്തിയത് ആദ്യ ആക്രമണത്തിന്റെ അതിജീവിതരുണ്ട് എന്ന് അറിയാതെയാണെന്നും ഹെഗ്സെറ്റ് വാദിക്കുന്നു. ഹെഗ്സെറ്റിനെ വിശ്വസിക്കുന്നുവെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഹെഗ്സെറ്റിനെതിരെ ഡെമോക്രാറ്റുകളും ചില റിപ്പബ്ലിക്കൻ ജനപ്രതിനിധികളും അടക്കം രംഗത്തെത്തി. യുദ്ധക്കുറ്റവാളി എന്നാണ് ഹെഗ്സെറ്റിനെ പലരും വിശേഷിപ്പിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.